പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, തിരഞ്ഞെടുപ്പിൻ്റെ തീയതി അടുത്തെത്തിക്കഴിഞ്ഞു. കേരളത്തിൻ്റെ വളർച്ചയിലും വികസനത്തിലും അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒന്നായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും LDFും കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ഭാവി വികാസപാതയിലെ ഗഹനമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ എല്ലാ വോട്ടർമാരോടും ആവശ്യപ്പെടുന്നുണ്ട്. ആ അർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഏതെങ്കിലും വാർഡിലേക്കോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ കോർപ്പറേഷനിലെ ഡിവിഷനിലേക്കോ ഉള്ള തെരഞ്ഞെടുപ്പായിട്ട് തന്നെ ചുരുക്കി കണ്ടുകൂടാ. ഇതിൻ്റെ പ്രാധാന്യം അതിനേക്കാളും വളരെ വലുതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയുള്ള അഭ്യർത്ഥന എല്ലാ തരത്തിലും രംഗത്ത് വന്ന് ഓരോ വോട്ടർമാരെയും കണ്ട് അവരുടെ എല്ലാം മുമ്പിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി സുനിശ്ചിതമായും സംഭവിക്കേണ്ട LDF വിജയത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ വേണ്ടി LDFിൻ്റെ എല്ലാ ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രവർത്തകന്മാരും രംഗത്തിറങ്ങേണ്ട സമയമാണിത്. അതോടൊപ്പം എല്ലാ വോട്ടർമാരും നമ്മുടെ നാടിൻ്റെ ഭാവിയെപ്പറ്റിയുള്ള സ്വന്തം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് വരും തലമുറയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ അഭിമാനപൂർവ്വമായ നേട്ടങ്ങളുടെ കഥ പറയാൻ പര്യാപ്തമായ തരത്തിൽ LDFിനെ വിജയിപ്പിക്കാൻ ഓരോ വോട്ടർമാരും സഹകരിക്കണമെന്നും LDFിന് വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അർത്ഥം അധികാര വികേന്ദ്രീകരണ പാതയിലുള്ള മുന്നോട്ട് പോക്കെന്നാണ്. അതൊരു പുതിയ ആശയമല്ല. ദേശീയ പ്രസ്ഥാന കാലം മുതലേ ഈ ആശയമുണ്ടായിരുന്നു. അധികാരം മുകൾ തട്ടിൽ കേന്ദ്രീകരിക്കാൻ പാടില്ല, അത് താഴേക്ക് എത്തണമെന്നതായിരുന്നു ആ കാഴ്ചപ്പാട്. അങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരവും അവയ്ക്കുള്ള അധികാരങ്ങളുടെ ലഭ്യതയുമെല്ലാം ഉണ്ടായത്. ആ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും മറ്റാരേക്കാളും വ്യക്തമായ കാഴ്ചപ്പാടും നിലപാടും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. 57 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആ വഴിക്ക് കൈക്കൊണ്ട നിലപാട് ചൂണ്ടിക്കാണിച്ച് മതിയാകും. ആ നിലപാട് ഇതായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ എല്ലാ ആദരവോടെയും കണ്ടുകൊണ്ട് അവയെ പ്രാദേശിക ഗവൺമെൻറ്റായി വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള നിലപാടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും മുന്നോട്ട് വെച്ച ആശയം. 1992 73-74 ഭരണഘടനാ ഭേദഗതി ഉണ്ടായത്. അതിലൂടെയാണ് പഞ്ചായത്തുകളുടെയും നഗരപാലിക സംവിധാനത്തിൻ്റെയും എല്ലാം അർത്ഥവ്യാപ്തിയെപ്പറ്റി ഗൗരവമായി നാം ചർച്ച ചെയ്തത്. പക്ഷെ അതിനു മുമ്പ് 90-ൽ തന്നെ LDF ഗവൺമെൻറ് കേരളത്തിൽ ജില്ലാ കൗൺസിലുകൾക്ക് രൂപം കൊടുത്തു കഴിഞ്ഞിരുന്നു. അതിനർത്ഥം ഈ ദിശയിൽ അധികാരത്തിൻ്റെ പങ്കുവയ്ക്കലിൽ ആരേക്കാളും മുമ്പിൽ നടക്കുവാനും നടപടി സ്വീകരിക്കുവാനുമുള്ള രാഷ്ട്രീയ ജാഗ്രത ഇടതുപക്ഷം കാണിച്ചു എന്നാണ്. പക്ഷേ അത് മറക്കാൻ പാടില്ല. ജില്ലാ കൗൺസിലുകളുടെ ചിറകരിയുവാനും നിർവീര്യമാക്കാനും വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു UDFിൻ്റെ ഗവൺമെൻറ് എന്നും ശ്രമിച്ചത്. അത് മറക്കാൻ പാടില്ല. 91-ൽ തന്നെ ആ വഴിക്ക് UDF കരുക്കൾ നീക്കിയ കാര്യവും നാം മറക്കാൻ പാടില്ല. അതുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളെപ്പറ്റി പറയുമ്പോൾ, അവയുടെ അധികാര അവകാശങ്ങളെപ്പറ്റി പറയുമ്പോൾ LDF കൈക്കൊണ്ട മുൻകൈ പ്രവർത്തനങ്ങളെപ്പറ്റി നല്ല ബോധ്യം എല്ലാവർക്കും ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പാണ്. അവിടെ കൊണ്ട് മത്തിയിരുന്നില്ല. ആ സ്ഥാപനങ്ങൾക്ക് അധികാരം കൈമാറുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ പല അധികാരങ്ങളും പങ്കിട്ടേക്കുവാൻ വേണ്ടി ഇടതുപക്ഷം കാണിച്ച ആ പങ്കുവയ്ക്കൽ മനോഭാവം തന്നെയാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ വളർച്ചയെപ്പറ്റിയുള്ള ഇടതുപക്ഷ കരുതലിൻ്റെ തെളിവെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും അറിവുള്ളതുപോലെ നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ മുമ്പൊരിക്കലും കാണാത്തത്ര മുന്നേറ്റമാണ് LDFിൻ്റെ മുൻകൈയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങൾ കേരളം കണ്ട വികസന കുതിപ്പിൻ്റെ വർഷങ്ങളായിരുന്നു. ഓരോ രംഗത്തും ആ വളർച്ചയുടെ സാക്ഷ്യപത്രങ്ങളെ വേണ്ടുവോളം കാണുവാൻ കഴിയും. കേരളത്തിൻ്റെ വളർച്ചയിൽ മഹത്തായ തുടക്കം കുറിച്ചത് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അത് കാർഷിക ഭൂപരിഷ്കരണമായിരുന്നു. ഉൽപ്പാദന ബന്ധങ്ങളിലെ വമ്പിച്ച മാറ്റത്തിൻ്റെ വഴിതെളിച്ച ആ നിയമനിർമ്മാണത്തിൻ്റെ വഴികാട്ടികൾ ഇടതുപക്ഷമായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. 57-ൽ ആരംഭിച്ച ആ യാത്രയിൽ പ്രതിബന്ധങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 57-ലും 67-ലും എല്ലാം തുടങ്ങി വെച്ചിട്ടുള്ള അത്തരം സംരംഭങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് 70-ലാണ് കേരളത്തിൽ ഭൂപരിഷ്കരണത്തിൻ്റെ ഏറ്റവും വലിയ
മുന്നേറ്റം യാഥാർത്ഥ്യമായത് എന്ന് പറഞ്ഞാൽ ജന്മിത്വത്തിൻ്റെ തായ്വേര് അടുത്തെറിഞ്ഞുകൊണ്ട് കേരളം അന്ന് ഇന്ത്യയോട് പറഞ്ഞു, ഈ മണ്ണിൽ ജന്മിത്വം കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നുവെന്ന്. ആ വളർച്ചയുടെ കഥ നമുക്ക് മറക്കാൻ കഴിയുകയില്ല. അത് ആരംഭമായിരുന്നു. കേരളത്തിൻ്റെ പിൽക്കാല വളർച്ചയുടെ എല്ലാത്തിൻ്റെയും ഉറവിടമായിരുന്നു എന്ന് പറയാം ജന്മിത്വത്തിന് അന്ത്യം കുറിച്ച ആ നിയമനിർമ്മാണവും അന്നത്തെ രാഷ്ട്രീയമായ മുൻകൈയും എന്ന കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. 57 ആരംഭിച്ച ആ വികസന യാത്രയുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് വരെയും LDF മുമ്പോട്ട് പോകുന്ന കാര്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ വളരെ ആവേശപൂർവ്വം ജനങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത് എല്ലാം അമ്മച്ചു മുന്നേറ്റം ഉണ്ടായത്. കാർഷിക വ്യവസായ രംഗത്തുണ്ടായ മാറ്റത്തിൻ്റെ അനുബന്ധമായി വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും എല്ലാം നേടിയ നേട്ടങ്ങളുടെ മഹത്തായ ഗാഥകൾ എത്ര വേണമെങ്കിലും നമുക്ക് പറയുവാനുള്ള കാര്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നു. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് നാം കണ്ട ഓരോ വളർച്ചയും എന്ന കാര്യം ഞാൻ വിനീതമായി എല്ലാവരെയും അറിയിക്കട്ടെ. ഇപ്പോഴിതാ ലോകത്ത് തന്നെ എവിടെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ആവേശം പകരും വിധം ഈ കേരളം എക്സ്ട്രീം പോവർട്ടി അഥവാ അതിദാരിദ്ര്യം പൂർണ്ണമായി തുറച്ചു മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒന്ന് യാഥാർത്ഥ്യമാക്കിയത് ഇവിടെ മാത്രമാണ്. അവിടെ നിൽക്കുന്നില്ല. ഏറ്റവും കടുത്ത ദരിദ്രത്തിൻ്റെ ഈ അവസ്ഥ, അതാണ് അതിദരിദ്രർ. അവർക്കെല്ലാവർക്കും ഉറപ്പായും ഭക്ഷണവും പാർപ്പിടവും ഉറപ്പാക്കിയ ഗവൺമെൻറ് അവിടെ നിർത്തുന്നില്ല. LDFൻ്റെ ഈ ഇലക്ഷനിൽ ഏറ്റവും വലിയ മാനിഫെസ്റ്റോ ഇവിടെ നിന്ന് മുമ്പോട്ട് പോയിട്ട് എല്ലാ ദരിദ്രർക്കും അവകാശപ്പെട്ട എല്ലാം കൊടുക്കുമെന്ന വാഗ്ദാനമാണ്. എന്ന് പറഞ്ഞാൽ വീട്, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഉറപ്പുണ്ടാക്കി അവരെല്ലാം ഈ സമൂഹം മറന്നു പോകാതെ കൈപിടിച്ച് നയിക്കുമെന്നാണ് LDFൻ്റെ വാഗ്ദാനം. ആ വഴിയിൽ മുന്നോട്ട് പോകാനാണ് LDFൻ്റെ ലക്ഷ്യം. വികസനത്തിൻ്റെ കാര്യം പറയുമ്പോഴെല്ലാം ഒരു വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം വികസനം എന്താണ്, വികസനം ആർക്ക് വേണ്ടിയാണ്? ഈ ചോദ്യമാണത്. വലതുപക്ഷത്തിൻ്റെ വികസന കാഴ്ചപ്പാട് എവിടെയും ഒന്നാണ് പറഞ്ഞത്, വികസനം വലിയവർക്ക് വേണ്ടിയാണ്. ആ കാഴ്ചപ്പാടിനെ ഇടതുപക്ഷം അംഗീകരിക്കുന്നില്ല. ലോകത്തെല്ലാം തൊഴിലാളി കർഷക വിഭാഗങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും എല്ലാം ഉത്തരം കൊടുത്തിട്ടുണ്ട് ഈ ചോദ്യത്തിന്. ചോദ്യം പീപ്പിൾ ഓർ പ്രോഫിറ്റ്സ് എന്നായിരുന്നു. ആ ചോദ്യത്തിന് പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് ലാഭത്തിനല്ല ജനങ്ങൾക്കാണ് ഒന്നാം സ്ഥാനമെന്നാണ് ഇടതുപക്ഷം എവിടെയും പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനമാണ് വലതുപക്ഷ വികസന വഴികളിൽ നിന്ന് ഇടതുപക്ഷത്തെ വ്യത്യസ്തമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തമാക്കിയതും. അതാണ് കേരളത്തിൻ്റെ വികസന യാത്രയിൽ ഇടതുപക്ഷം വെട്ടിത്തെളിച്ച യാത്രയുടെ വഴിയുടെ പ്രത്യേകമായ സ്ഥാനമെന്ന് തിരിച്ചറിയുന്നുണ്ട് നമ്മളെല്ലാവരും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാടിൻ്റെ നേട്ടമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്ന വിധത്തിലുള്ള ഈ അതിദരിദ്രാവസ്ഥയും പിന്നെ ഇപ്പോൾ ലക്ഷ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ദരിദ്രാവസ്ഥ ഇല്ലാതാക്കലും എല്ലാം നമുക്ക് ഇപ്പോൾ മാറ്റാനാകുന്ന കാര്യവും LDFിൽ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇത് വെറും വാഗ്ദാനമല്ല. LDF പറഞ്ഞ ഓരോ വാഗ്ദാനവും അത് വാഗ്ദാനങ്ങൾ മാത്രമായിട്ട് അവശേഷിക്കുന്നില്ല, അതെല്ലാം പാലിക്കപ്പെട്ടു. അവരെല്ലാം ജനജീവിതത്തിൽ വമ്പിച്ച മാറ്റമുണ്ടാക്കി. ആ മാറ്റത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് LDF ഓട്ടപ്പെട്ടിക്കുന്നത്. ഓരോ രംഗത്തെയും നേട്ടങ്ങൾ എണ്ണിപ്പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല. അതെല്ലാം ഈ സ്ക്രീനിൽ കാണുന്ന ഓരോ നേട്ടങ്ങളായി നിങ്ങൾ വായിക്കുന്നുണ്ട്. അതെല്ലാം നേടിയത് വെറുതെയല്ല. അതിൻ്റെ പിറകിൽ രാഷ്ട്രീയ ജാഗ്രതയുണ്ട്. അതിനകത്ത് ജാഗ്രത എന്ന് പറഞ്ഞാൽ പ്രത്യേകമില്ല, വിട്ടുവീഴ്ചയില്ലാത്ത ജനപക്ഷ നിലപാടുണ്ട്. അടിസ്ഥാന വർഗത്തോട്, സമൂഹത്തിലെ ഇടത്തരക്കാരോട്, മുന്നേറ്റം കുതിക്കുന്നവരോട് എല്ലാം കാണിക്കുന്ന ആ പക്ഷപാതിത്വമാണ് ഈ നേട്ടങ്ങൾ ഓരോന്നും യാഥാർത്ഥ്യമാക്കിയത്. ആ നേട്ടങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയും ഇതുവരെ ആർജിച്ച നേട്ടങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് മുമ്പോട്ട് പോകാൻ വേണ്ടിയുമാണ് LDF വോട്ട് അഭ്യർത്ഥിക്കുന്നത്. നിങ്ങൾ ആ വോട്ട് ചെയ്യും ഉറപ്പുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും LDFനും. ഒന്നുകൂടെ പറയേണ്ടതുണ്ട്, അത് മറ്റൊന്നുമല്ല, ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിൻ്റെ പറ്റിയുള്ള ഉറപ്പ് ഓരോ ദിവസം ചെല്ലുന്തോറും അത് വളരുകയാണ്. അതുകൊണ്ട് തന്നെ മറുപക്ഷത്ത് വമ്പിച്ച ഭയപ്പാട് പെരുകുന്നുമുണ്ട്. അതിനാലാണ് എപ്പോഴും കണ്ടപോലെ തന്നെ നമ്മുടെ നാട്ടിൽ UDFും BJPയും അത്തരം ശക്തികളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് LDFൻ്റെ തടയാനാകാത്ത വളർച്ചയെയും വിജയത്തെയും തടയാനാകുമോ എന്നുള്ള രാഷ്ട്രീയമായ ഒരു പാഴ്വേലയ്ക്ക് തുനിയാൻ കാരണം അത് തന്നെയാണെന്ന കാര്യവും നാം മറക്കേണ്ടതില്ല, അത് കാണാതിരിക്കാനും പാടില്ല. അതുകൊണ്ട് അതുകൊണ്ട് LDFന് തികഞ്ഞ ബോധ്യമുണ്ട്. LDF നടത്തുന്ന ജനപക്ഷ യാത്രയുടെ ഈ വഴിമുടക്കുവാൻ വേണ്ടി, LDFനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി അപ്പുറത്തുള്ളത് UDF മാത്രമല്ല, ആ കൂടെ BJP ഉണ്ട്, ആ കൂടെ SDPI ഉണ്ട്, വെൽഫെയർ പാർട്ടിയുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും പെട്ട വർഗീയ ശക്തികളെല്ലാം ഒന്നു ചേർന്നുകൊണ്ട് അന്ധമായ ഇടതുപക്ഷ വിരോധത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു ആക്രമണ നിരയാണ് അപ്പുറത്തുള്ളത്. അത് ജനങ്ങൾ കാണുന്ന യാഥാർത്ഥ്യമാണ്. അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് LDF പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങളുടെ കരുത്ത് ജനങ്ങൾ തരുന്ന പിന്തുണയാണ്. ആ പിന്തുണയ്ക്ക് ഇടതുപക്ഷത്തിന് തീർച്ചയായിട്ടും ജനതയോട് നിറഞ്ഞ കടപ്പാടുണ്ട്. ഒന്നുറപ്പ്, അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തിൽ നിൽക്കുന്ന LDF
ജനകീയ ഐക്യത്തെ ഏറ്റവും മഹത്തരായി കാണുന്നു. ജനങ്ങൾ ഒന്നിച്ചു പോകണം. ഒരുമയുടെ രാഷ്ട്രീയമാണ് LDF രാഷ്ട്രീയം. അവിടെ മതഭ്രാന്ത് പറഞ്ഞുകൊണ്ടും ജാതിവാദം പറഞ്ഞുകൊണ്ടും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഓരോ നീക്കത്തെയും LDF മനുഷ്യസ്നേഹത്തിൻ്റെ മറുപടി കൊണ്ട് ആണ് മറികടക്കാൻ ശ്രമിക്കുന്നത്. LDF മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്നു. LDF മനുഷ്യസ്നേഹത്തിൻ്റെ വഴി ചൂണ്ടിക്കാണിക്കുന്നു. അതിനു മുമ്പിലാണ് മതവർഗീയ ശക്തികൾ ചേർന്നുകൊണ്ടുള്ള ഈ ഒരു വിഭാഗീയ വാസനയ്ക്ക് വേണ്ടിയുള്ള കരുനീക്കവുമായി അവർ ചാടി വീഴുന്നത്. നാം അതിൻ്റെ ആപത്ത് ചെറുതായി കണ്ടുകൊള്ളാം. ഒന്നുറപ്പാണ് LDFന്, മതം ഒരു യാഥാർത്ഥ്യമാണ്, വിശ്വാസ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് LDF എല്ലാ മതങ്ങളെയും മാനിക്കും, എല്ലാ വിശ്വാസങ്ങളെയും മാനിക്കും. എല്ലാ മതങ്ങളിലും പെട്ട, എല്ലാ വിശ്വാസങ്ങളിലും പെട്ട ഓരോ മനുഷ്യരോടും LDF പറയുന്നു, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി നമുക്കെല്ലാം മനുഷ്യരെ പോലെ ഒന്നിച്ചു പോകാനുള്ള രാഷ്ട്രീയ വഴിയാണ്, അടിത്തറയാണ് LDF കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത്. അവിടെ മതം പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ വന്നാൽ അത് യഥാർത്ഥ മതമല്ല എന്ന് LDF പറയും. യഥാർത്ഥ മതം മതഭ്രാന്തല്ല, യഥാർത്ഥ മതം വർഗീയതയല്ല, യഥാർത്ഥ മതം മതമൗലികവാദമല്ല. യഥാർത്ഥ മതം പറഞ്ഞത് സത്യം, പങ്കുവയ്ക്കൽ, നീതി എല്ലാമാണ്. അത് പറഞ്ഞ എല്ലാ മതബോധങ്ങളെയും LDF മാനിക്കും. ഞങ്ങളിൽ ആരെങ്കിലും പള്ളിയിൽ പോകുന്നുണ്ടോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നുണ്ടോ അതല്ല പ്രശ്നം. പള്ളിയിൽ പോകുന്നവരെ, അമ്പലത്തിൽ പോകുന്നവരെ, പോകാത്തവരെ, ഇവരെ എല്ലാവരെയും ഒന്നിച്ചിണക്കിക്കൊണ്ട് ഇടതുപക്ഷം എപ്പോഴും പറയുന്നത് മനുഷ്യന് ഒന്നാം സ്ഥാനം വേണമെന്നാണ്. ആ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇടതുപക്ഷ പോരാട്ടം. ആ പോരാട്ടത്തിൻ്റെ പ്രതീകങ്ങളായിട്ടാണ് ഇവിടെ LDF സ്ഥാനാർത്ഥികൾ കേരളമാകെ ഓരോ വാർഡിലും മത്സരിക്കുന്നത്. ഓരോ ഡിവിഷനിലുമുള്ള LDF സ്ഥാനാർത്ഥികൾ ആ മാനവിക മൂല്യത്തിൻ്റെ കാവൽക്കാരാണ്. ആ അർത്ഥത്തിൽ അവരെ ചേർത്ത് പിടിക്കുക. അവർ ജയിച്ചു വന്നു കഴിഞ്ഞാൽ തോന്നിയ വഴിക്ക് പോകുകയില്ല. അവർ പറയുന്ന കാര്യങ്ങളോട് കൂറ് കാണിക്കും. അവരുടെ പാത തെറ്റിപ്പോകുകയില്ല എന്നാണ് LDF തരുന്ന ഉറപ്പ്. ആ ഉറപ്പിനെ മാനിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള മുന്നേറ്റത്തിൽ കൈകോർത്ത് പിടിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്ന പടന്മാരായി LDFൻ്റെ ഓരോ സ്ഥാനാർത്ഥിയെയും കണ്ടുകൊണ്ട് അവർക്ക് അവരുടെ ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് അടയാളത്തിൽ വോട്ട് ചെയ്യുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അവർ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ സുഖത്തിലും ദുഃഖത്തിലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അവർക്കെല്ലാവർക്കും വേണ്ടി നിങ്ങൾ നൽകാനുള്ള ഉറപ്പൊന്നും കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ആ ഉറപ്പിൻ്റെ വെളിച്ചത്തിൽ നമുക്കെല്ലാം LDFൻ്റെ വിജയത്തിന് വേണ്ടി, LDF സ്ഥാനാർത്ഥികളുടെ വമ്പിച്ച വിജയത്തിന് വേണ്ടി ഒന്നിച്ചു പോകാം, മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം നേരുന്നു.